أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനുൽ ഇസ്ലാമിന്റെ ആളുകളും വിശ്വാസത്തോടു കൂടി ഭൂമിയിൽ ജീവിക്കുന്ന അവന്റെ അടിയാറുകളുമായിട്ടാണ് നമ്മോട് ജീവിക്കാൻ ആവശ്യപ്പെട്ടതും അതിനുവേണ്ട സംവിധാനങ്ങളാണ് അവന്റെ പ്രവാചകന്മാരിലൂടെയും പരിശുദ്ധ വേദഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് നൽകിയത്. ഈ ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം മുഴുവൻ, അതിൽ നിന്ന് ഒന്നും മാറ്റി നിർത്താൻ പാടില്ല എന്ന അധ്യാപനമാണ് പരിശുദ്ധ ഖുർആനും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചതിന്റെ ആകത്തുക. ജീവിതത്തിന്റെ അലകും പിടിയും ഒക്കെ മാറ്റി അള്ളാഹുവിന് ചിലത് ദുനിയാവിന് ചിലത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതാണ് ഇന്ന് മുസ്ലിം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായ വിശ്വാസം ആർജിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ജീവിതം പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിലാണ് നാം ഉൾക്കൊള്ളുന്ന കേരളീയ ജനത ഇപ്പോഴുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. അതിന്റെ ആരവങ്ങളും ആർപ്പുവിളികളുമൊക്കെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും ശക്തമായി മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വോട്ട് എന്നതിനപ്പുറം നിർണായകമായ ചില തീരുമാനങ്ങളും അതിനനുസരിച്ച് പക്വമായ സമ്മതിദാന അവകാശ വിനിയോഗവും നിർബന്ധ ബാധ്യതയായി തീരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഉമ്മത്തുൽ മുസ്ലിമ നമ്മുടെ നാട്ടിൽ പൊതുവായും കേരളത്തിൽ സവിശേഷമായും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹവും അവരോടൊപ്പം തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് പിന്നോക്ക സമൂഹങ്ങളും സമുദായങ്ങളുമൊക്കെ ഏറെ അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന നാളുവഴികളിലാണ് നമ്മളുള്ളത്. പലപ്പോഴും സ്വന്തം ജീവനും ജീവിതവുമൊക്കെ അക്രമികളാൽ കയ്യേറ്റം ചെയ്യപ്പെടുന്ന, സ്വന്തം നാട്ടിൽ അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിത ഉപാധികളൊക്കെ തച്ചു തകർക്കപ്പെടുന്ന അത്യന്തം അപകടകരമായ ഒരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ നാട് ഉള്ളത്. അത് കുറയുകയില്ല, നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഒരുപാട് പിന്നോക്ക അധസ്ഥിത സമൂഹങ്ങളും ഈ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒക്കെ നിലവിളി പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ചെവി കൊടുക്കുന്നില്ല എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ, നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരമുഖത്തുണ്ടാകാത്തത്? വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുർബലരായ ആണും പെണ്ണും കുട്ടികളും, അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി ളാലിമി അഹ്ലുഹാ, അക്രമികളാൽ നയിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ നിന്ന് പടച്ചവനെ ഞങ്ങൾക്കൊരു മഖ്റജ് ഉണ്ടാക്കി തരണം, ഒരു പുറപ്പെടുവിക്കൽ,
ഒരു മാറ്റമുണ്ടാക്കി തരണം. വജഅൽനാ മിൻ ലദുൻക വലിയ്യൻ വജഅൽനാ മിൻ ലദുൻക നസീറ. പടച്ചവനെ, ഞങ്ങൾക്ക് ഒരു രക്ഷാധികാരിയെയും ഒരു സഹായിയെയും ഈ അക്രമികൾക്ക് മുമ്പിൽ മറയായി നിൽക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്ന് മൗനമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കോടാനുകോടി മനുഷ്യർക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ പൊയ്ക്കോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല, നമ്മൾ അത്തരം വിഷയങ്ങളിലൊന്നും ഇടപെടേണ്ടവരല്ല എന്ന് പറയാൻ കഴിയുന്നവരായിരുന്നെങ്കിൽ നമുക്കത് കണ്ടില്ല എന്ന് നടിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം ഭൂമിയിലേക്ക് അയച്ചത് തന്നെ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ്. പ്രവാചകന്മാരാൽ നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ മിഷൻ ലോകത്ത് കടന്നു വന്നത് തന്നെ മനുഷ്യന്റെ വയലഹുവന്നും മിസ്റഹും അല്ലാനാലെത്തി കാനത്ത് അലൈഹിം, അവരെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവരെ മുതുകകളിൽ കയറ്റിവെച്ച ഭാരങ്ങൾ ഇറക്കി വെക്കാനുമാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ലക്ഷ്യം പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാര് ഭൂമിയിൽ പഠിപ്പിച്ച ദീന് ഈ സകല പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യേണ്ട ദീനാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ ദീൻ എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. വനഖ്തലഫല്ലദീന ഊത്തിൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുൽ ഇൽമു ബഅയൻ ബൈനഹും. ഇനി അതിൽ നിന്ന് വ്യതിചലിച്ചു പോയ വേദക്കാരും മറ്റുള്ളവരുമൊക്കെ അവർക്ക് വ്യക്തമായ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാന ശേഷമല്ലാതെ അവരുടെ അക്രമം കാരണം, അവരുടെ അഹങ്കാരം കാരണം അവർ വ്യതിചലിച്ചു പോയതാണ്. ദീനിന്റെ കുറവല്ല. അള്ളാഹു ഏറ്റവും നന്നായിട്ട് വിചാരണ നടത്തുന്നവനാണ്, ഏറ്റവും പെട്ടെന്ന് വിചാരണ നടത്തുന്നവനാണ്. ദീനല്ലാതെ, ഇസ്ലാമിനെ അല്ലാതെ ഏതെങ്കിലും ഒരു ജീവിത വഴി ഏതെങ്കിലും ഒരു മനുഷ്യൻ തെരഞ്ഞെടുത്താൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് അല്ലാഹു ഇത് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടം സംഭവിച്ച ആളുകളെ കൂട്ടത്തിലാണ്. ഞാൻ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ജീവിത പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത തന്നെ അത് ജീവിതത്തിന്റെ സകല മേഖലകളിലേക്കും പരിഹാരം നിർദ്ദേശിക്കുന്നു എന്നതാണ്. മനുഷ്യ ജീവിതം കടന്നു പോകുന്ന സകല വഴികളിലും അതതിന്റെ പരിഹാരവും നിർദ്ദേശവും അടയാളപ്പെടുത്തുന്നു എന്നതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ ഇസ്ലാമിന് ഒരു പ്രത്യേകതയില്ല, അതൊരു ദീൻ എന്ന അർത്ഥത്തിൽ സ്വീകാര്യമേ അല്ല. മനുഷ്യന്റെ ഭൗതികമായ ഏതെങ്കിലും വിഷയങ്ങൾ അല്ലെങ്കിൽ അവന്റെ ആരാധനാപരമായ പ്രശ്നങ്ങളെ മാത്രം അഡ്രസ് ചെയ്യുന്ന ഒരു ദീനാണെങ്കിൽ, അവന്റെ കുടുംബപരമോ വ്യക്തിപരമോ ആയ ചില പ്രശ്നങ്ങൾക്ക് മാത്രം ചില മന്ത്രങ്ങളും ചില തന്ത്രങ്ങളും ചില ഉച്ചാരണങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ദീനാണ് ഇസ്ലാം എന്നെങ്കിൽ അത് മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരമുള്ള ഒരു ദീനായിട്ട് ലോകത്ത് നിലനിൽക്കുകയില്ല. അതൊരിക്കലും മനുഷ്യന് സ്വീകാര്യമായ ഒരു ദീനുമല്ല. അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവാചകന്മാരിലൂടെ അവൻ ഇറക്കിയ ഈ ദീൻ എന്ന് പറയുന്നത് സമ്പൂർണമാണ്, സമഗ്രമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ രാഷ്ട്രീയ വശം അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും അതിൻ്റെതായ പരിഹാരം അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇസ്ലാമിക സമൂഹം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം. എന്തുകൊണ്ടെന്നാൽ ഇതൊന്നും നമ്മുടെ ഭാഗമല്ല എന്ന് പഠിപ്പിച്ച് അത് പ്രചരിപ്പിച്ച് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് വേണ്ടി അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതസംഘടനകൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം പണ്ഡിതന്മാർ നിങ്ങൾ നോക്ക്, ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും മുസ്ലിം ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, മുസ്ലിം പണ്ഡിതന്മാരുടെ അവരുടെ വിജ്ഞാനീയങ്ങളെ പരിശോധിച്ചാൽ ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് രാഷ്ട്രീയമായ സംവിധാനങ്ങളോ അന്യമാണ് എന്ന് പഠിപ്പിച്ച ഒരു ഗ്രന്ഥവും നമുക്ക് കാണാൻ കഴിയില്ല, ഒരു പണ്ഡിതനെയും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൗരാണികമായ നമ്മുടെ കിതാബുകളിലൊക്കെ ഒരു ചാപ്റ്റർ തന്നെ ഇസ്ലാമിന്റെ സിയാസി വശമാണ്, രാഷ്ട്രീയ വശമാണ്. അവിടെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, അതിന്റെ അടിത്തറകൾ എങ്ങനെയായിരിക്കണം നിർമ്മിച്ചെടുക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി ആ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇന്നും പള്ളി ദർസുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഇത് പഠന വിഷയമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തില് യൂറോപ്പ് തുടങ്ങി വെച്ച വല്ലാത്ത ഒരു സമരമായ ഒരു സംഭവമായിരുന്നു ഇസ്ലാം എന്ന് പറയുന്ന അല്ലെങ്കിൽ മതങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ രാഷ്ട്രീയമായ മേഖലകൾ ഇല്ലാത്ത ഒന്നാണ് എന്ന വാദം. ഇസ്ലാമിനെ പ്രത്യേകമായും അവർ ടാർഗറ്റ് ചെയ്തു. അങ്ങനെ
പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ അവർ സൃഷ്ടിച്ചെടുത്തു. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ല, ഇസ്ലാമിലില്ലാത്ത, ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതിയാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഒരു സംജ്ഞയെ അവർ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുകയും സെക്യുലറിസം എന്ന് പറയുന്ന മതനിരാസത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ അതവർ തീർത്തും വാർത്തെടുക്കുകയും ചെയ്തതാണ് എന്ന് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാര് ഈ യൂറോപ്പിന്റെയും പാശ്ചാത്യരുടെയും പൗരസ്ത്യരുടെയും ഒക്കെ ഓറിയന്റലിസ്റ്റുകളൊക്കെ അവരുടെയൊക്കെ ഈ കെണിയിൽ പെട്ടുപോയതാണ്. ഇന്ന് അവര് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂല് വളർത്തിയെടുത്ത മദീന ആസ്ഥാനമായ ഒരു സംവിധാനം ഇന്നും ലോകത്തിന്റെ ചരിത്ര വിദ്യാർത്ഥികളുടെ പഠന വിഷയമാകുന്നത് കേവലം മദീന പള്ളിയിലെ നമസ്കാരത്തെ നോക്കിയിട്ടായിരുന്നില്ല, അല്ലെങ്കിൽ സകാത്ത് സംവിധാനത്തെ നോക്കിയിട്ടായിരുന്നില്ല, മദീന നിവാസികളുടെ നോമ്പ് പഠിക്കാനല്ല, മറിച്ച് മദീന കേന്ദ്രമാക്കി ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത കിസ്റയുടെയും കൈസറിന്റെയും ഒക്കെ രാജാധിപത്യത്തിലും സ്വേച്ഛാധിപത്യത്തിലും കണ്ടു കാണാത്ത മൂല്യവും നീതിയും സത്യവും സമത്വവും ഒക്കെ അങ്ങേയറ്റം നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ സംസ്ഥാപനത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ആസ്ഥാനമാക്കി ഒരു ഭരണ സംവിധാനവും രാജ്യ സംവിധാനവും പിന്നീട് ലോകം മുഴുവൻ അംഗീകരിച്ച യൂറോപ്പിലെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ ഒരുപാട് രാജ്യങ്ങൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ച ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ സംസ്ഥാപനം അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയതിന്റെ ശേഷം ആദ്യം ചെയ്ത പണി എന്ന് നമ്മൾ ഇസ്ലാമിൽ പഠിക്കുന്നതാണ്, ചരിത്രം പഠിക്കുന്നവരാണ് നമ്മൾ. ഇതൊന്നും അറിയാത്തവരല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ദീൻ എന്ന് പറഞ്ഞാൽ ആരാധനാ കാര്യങ്ങളുടെ സമുച്ചയമല്ല എന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ദീനിനെ കളവാക്കുന്നവരെ നിങ്ങൾ കണ്ടില്ലേ? അടുത്ത ആയത്ത് വരേണ്ടത് അവർ നമസ്കരിക്കാതിരിക്കുന്നവരാണ്, അവർ നോമ്പ് പിടിക്കാതിരിക്കുന്നവരാണ്, അവർ ഹജ്ജ് ചെയ്യാത്തവരാണ് എന്നല്ലേ വരേണ്ടത്? പകരം പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നത് അനാഥയാട്ടി അകറ്റുന്നവൻ, അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ, നിലവിളികൾ കേൾക്കാത്തവൻ, ഒട്ടിയ വയറ് കാണാത്തവൻ, ക്രൂരമായ അക്രമങ്ങൾക്ക് മുന്നിൽ മറയായി നിൽക്കാത്തവൻ, അവൻ ദീനിനെ കളവാക്കുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ വെട്ടിമുറിക്കരുത്. നമുക്ക് പറ്റൂല്ലെങ്കിൽ നമ്മൾ ആ പണിക്ക് പോണ്ട. പക്ഷെ ദീനിൽ ഇതൊന്നും ഇല്ല എന്ന് പറയാൻ നമ്മൾ ആരാണ്? അള്ളാന്റെ ദീന് നമ്മളാണോ നിർവചിക്കേണ്ടത്? അത് പരിശുദ്ധ ഖുർആനാണ് നിർവചിക്കേണ്ടത്. അത് പ്രവാചകന്മാരാണ് ശറഅ് നൽകപ്പെടേണ്ടത്. അതങ്ങനെ നൽകപ്പെട്ടിട്ടുണ്ട്. ആ നൽകപ്പെട്ട ദീനിൽ ഈ രാഷ്ട്രീയം മുഖ്യ വിഷയം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ വ്യക്തിതലം മുതൽ അവന്റെ ജീവിതാവസാനം വരെയുള്ള സകല സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പണിയില്ലാത്ത ആളുകൾ ചെയ്തു കൂട്ടുന്ന കുറെ സംഗതികളല്ല. ഇന്ന് ആ രാഷ്ട്രീയത്തിന്റെ അടിത്തറയിലാണ് ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്, ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത്, ഈ നാട്ടിൽ ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതെങ്ങനെയാണ് നമ്മുടെ വിഷയമല്ലാതായി മാറുന്നത്? അതെങ്ങനെയാണ് നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയമല്ലാതായി മാറാൻ പോകുന്നത്? അതുകൊണ്ട് ഇസ്ലാമിന്റെ മുന്നിൽ, ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന ഒരു സമുദായത്തിന്റെ മുന്നിൽ ആ ജീവിതത്തിന്റെ ഈ വശം കൂടി കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ വോട്ടാവകാശം, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ ചില വിലയിരുത്തലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഞാനൊരു പാർട്ടിക്കാരനാണ്, ഞാൻ ഇന്ന ആശയക്കാരനാണ്, കാലങ്ങളായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ്, എന്റെ വാപ്പയും അങ്ങനെയായിരുന്നു, എന്റെ ഉമ്മയും അങ്ങനെയായിരുന്നു, ഞങ്ങൾ അതേ ചെയ്യുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ചിന്തയുടെ അടിത്തറ സത്യവും നീതിയും ധർമ്മവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംവിധാനത്തിലാണോ എന്ന് പരിശോധിക്കപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വോട്ടവകാശം നമ്മൾ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കണം. അവകാശങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നു പോകുമ്പോൾ അത് തടഞ്ഞു നിർത്താൻ അല്പമെങ്കിലും ശ്രമം നടത്തുന്ന ആളുകൾക്ക് വേണം. നമ്മുടെ സ്വത്തിനും ജീവനും ഒക്കെ ഭീഷണി നേരിടുമ്പോൾ ഫാഷിസം പിടിമുറുക്കുന്ന ഒരു കാലത്ത് ഇത് കേവലം ഒരു ആയുധം മാത്രമല്ല, ജീവന്റെ പരമപ്രധാനമായ ആയുധമാണ് എന്ന് മനസ്സിലാക്കാൻ ഓരോ സമ്മതിദാന അവകാശം ഉപയോഗിക്കുന്ന പൗരനും കഴിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തീർത്തും നമ്മൾ പറയുന്നത് ഇത് വാജ്യമായ ഒരു കർമ്മമാണ്. വോട്ട് ചെയ്യുക എന്നത് വാജ്യമാണ്. അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കടമയാണ്. പക്ഷേ ആ ചെയ്യുമ്പോഴൊക്കെ നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ആർക്ക് കൊടുക്കണം ഇത്?
ഞാൻ ഈ വിരലിൽ മഷി പുരട്ടുമ്പോ അത് അസത്യത്തിന്റെ ആളുകൾ, നീതികേടിന്റെ ആളുകൾ, അല്ലെങ്കിൽ എന്നെയും എന്റെ സമൂഹത്തെയും ഒക്കെ നശിപ്പിക്കാനിരിക്കുന്ന, അതിന് കോപ്പുകൂട്ടുന്ന ആളുകൾക്കാണോ നൽകേണ്ടത്? അതല്ല. എന്റെ ഈ വിരലടയാളം കൊണ്ട്, എന്റെ ഈ മഷിപുരറ്റൽ കൊണ്ട് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നിർവഹിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്ന് പൂർണ്ണമായി നമ്മുടെ മനസ്സിനോട് നമ്മൾ ഉത്തരം പറയേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ സങ്കല്പത്തില് ഈ സംഗതിയുമായി, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അവർ നീതി നടപ്പിലാക്കണം. നീതിയുടെ മുഖത്ത് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ, ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ, അവനെന്നോ ഇവനെന്നോ ഇല്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിയുടെ ആളുകൾ, നീതിയുടെ സാക്ഷികളായി മാറുക. കൂനു ഖവ്വാമീന ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാകുക. ശുഹദാ ബിൽ ഖിസ്ത്, നേരിന്റെ സാക്ഷികളായി മാറുക. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു വിഭാഗത്തോടുള്ള ശത്രുത, രാഷ്ട്രീയമായ വൈര്യം, രാഷ്ട്രീയമായ ശത്രുത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അതാണ് ദൈവഭക്തിയോട്, പടച്ചവനെ സൂക്ഷിക്കുന്ന തഖ്വാബോധത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ ധാർമ്മികമായ മൂല്യങ്ങളെ സൂക്ഷിക്കുന്ന, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന, നല്ലതിനെ നിലനിർത്താനും നല്ലതല്ലാത്തതിനെ തടഞ്ഞു നിർത്താനും കഴിയുന്ന ആളുകൾ വേണം നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ മെമ്പർമാരും നമ്മുടെ നായകന്മാരുമായിട്ട് വരേണ്ടത്. സമൂഹത്തെ കൂടുതൽ ജീർണതയിലേക്ക് തള്ളിവിടുന്ന, അല്ലെങ്കിൽ കൂടുതൽ മലീമസമായ അവസ്ഥയിലേക്ക് അവരെ നയിക്കുന്ന ആളുകളാണെങ്കിൽ അത് നമ്മയും നശിപ്പിക്കും, നമ്മുടെ തലമുറകളെയും നശിപ്പിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ ക്ഷേമം, മസ്ലഹത്തുൽ ആമ്മ, മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണം നമ്മുടെ ഈ അടയാളപ്പെടുത്തല്. എല്ലാ പൗരന്മാരുടെയും, നേരത്തെ പറഞ്ഞതുപോലെ ജാതിയും മതവും ഒന്നും ആ വിഷയത്തിൽ ഒരു പ്രശ്നമല്ല. ഒരു പൗരൻ എന്ന നിലക്ക് നമ്മുടെ ഈ പ്രദേശത്തിന്റെ, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ പ്രജകളോടും പൗരന്മാരോടും നീതിപൂർവ്വം അനുവർത്തിക്കാൻ കഴിയുന്ന, അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്ന ആളുകളെ വേണം നമ്മൾ തെരഞ്ഞെടുക്കാൻ. എന്ന് പറഞ്ഞാൽ അവർ നാടിന് ഗുണമുള്ളവരാകണം, അവർക്ക് മാത്രമാകരുത് ഗുണരും. ഇന്ന് അങ്ങനെയാണ് പോകുന്നത്. ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യും, അതെന്റെ പാർട്ടി പറഞ്ഞാൽ പിന്നെ എന്റെ മുമ്പിൽ വേറെ യാതൊരു നീതികേടുമൊന്നുമില്ല. അതിന്റെ പാർട്ടിക്ക് ഞാൻ അവകാശപ്പെടാതെ, അല്ലെങ്കിൽ അവർക്ക് തീരെഴുതി കൊടുത്തതാണ്. പൊതുമുതൽ കട്ടുമുടിക്കുന്ന, സിദുക്കും അമാനത്തുമില്ലാത്ത, സത്യസന്ധതയും വിശ്വസ്തതയും ഇല്ലാത്ത ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ മാത്രമല്ല സഹിക്കേണ്ടത്, നമ്മളെപ്പോലെ നിരപരാധികളായ ഒരുപാട് മനുഷ്യന്മാര് അതിന്റെ ദൂഷ്യം സഹിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇത് വല്ലാത്ത ഒരു അമാനത്താണ്. ഇന്ന് ഒരുപക്ഷെ രാഷ്ട്രീയക്കാരോട്, അത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും ഈ ആയത്തും ഹദീസും ഒക്കെ പറഞ്ഞാൽ അവർ പറയുന്ന ഒരു മറുപടി, നിങ്ങൾ പറയുന്നതൊക്കെ പള്ളിയിൽ പറയാൻ പറ്റും, ഇത് രാഷ്ട്രീയമാണ്, ഇവിടെ എങ്ങനെയൊക്കെ നടക്കുള്ളൂ. ആരാ പറഞ്ഞത്? അത്രയും ദുഷിച്ചു നാറിയ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലല്ലേ അള്ളാന്റെ റസൂൽ ഒരു ബദൽ സംവിധാനം കെട്ടിപ്പടുത്തത്? നമ്മെ ഏൽപ്പിച്ചത് അതാണ്. ഈ ചീഞ്ഞു കിടക്കുന്ന ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ അതിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് അതിന്റെ വേസ്റ്റ് എടുത്ത് ശരീരത്തിലേക്ക് പൂശാനല്ല പറഞ്ഞത്, മറിച്ച് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം, ഇതല്ലാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ട്, നേരിന്റെ രാഷ്ട്രീയമുണ്ട്, മൂല്യങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, സത്യസന്ധമായ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് ബദൽ ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു വാർഡ് മെമ്പർ ആണെങ്കിലും ആ വാർഡ് മെമ്പർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു 10 ആള് 100 ആള് അത് നോക്കിക്കാണുകയും ഇങ്ങനെയും രാഷ്ട്രീയം നടത്താം, ഒരു സത്യവിശ്വാസിയായ മനുഷ്യനായതുകൊണ്ട് അയാളുടെ രാഷ്ട്രീയത്തിന്റെ ഐഡന്റിറ്റി ഇതാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്യും. അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ തസ്തഅമിലുനി, എന്തുകൊണ്ടാണ് റസൂലെ എന്നെ ഒരു ഗവർണറാക്കിയിട്ട് താങ്കൾ നിയോഗിക്കാത്തത്? ഞാൻ അബൂദറല്ലേ, ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയാണല്ലോ പ്രവാചകരെ താങ്കൾക്ക്. എല്ലാവരെയും ഓരോരുത്തരൊക്കെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഓരോ പ്രദേശങ്ങളുടെയും ഒക്കെ ഗവർണറാക്കി നിങ്ങൾ നിശ്ചയിക്കുമ്പോ എന്നെ എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ നിശ്ചയിക്കാത്തത്? ഖാല, അബൂദർ പറയാണ്, ഫളറബ ബിയദിഹി അലാ മൻകിബി, പ്രവാചകൻ എന്റെ ചുമലിൽ ഇങ്ങനെ തട്ടി, എന്നിട്ട് പറഞ്ഞു, കാലയാ സുമ്മ കാലയാ അബൂദർ ഇന്നക ലഈഫുൻ, അബൂദറെ നീ വളരെ ദുർബലനാ, നീ ആളൊരു പാവാൻ, അതുകൊണ്ട് വഇന്നഹ അമാനത്തുൻ വഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസിയൻ വനദാമ, ഇതൊരു അമാനത്താണ്. ഈ സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു അമാനത്താണ്.
അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് നിന്ദ്യതയും നിസാരതയും കൈവരും. അതുകൊണ്ട് ഇല്ലാമൻ അഖദഹാ ബിഹഖ്യാ വഅദ്ദല്ലദി അലൈഹി ഫിഹാ, ആ അമാനത്തിനെ യഥാവിധി കൈകാര്യം ചെയ്യുകയും അതിനെ സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നാളെ പരലോകത്തത് ഗൗരവതരമായ വിഷയമാണ് അബൂദറെ. അതുകൊണ്ട് നീ ലഈഫാണ്, നീ ദുർബലനാണ്, നിന്നെ ആ പണിക്ക് പറ്റൂല എന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, ആ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ പിടിക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാമിൻ അബ്ദിൻ യസ്തർഇഹില്ലാഹു റഈയ, ഏതൊരു മനുഷ്യനുണ്ടോ ഒരു പ്രജകളുടെ ഉത്തരവാദിത്തം അള്ളാഹു അവരെ ഏൽപ്പിച്ചു, യമൂത്ത് യൗമ യമൂത്ത്, അവൻ മരിക്കുന്ന ദിവസം അവൻ മരിച്ചു, പക്ഷെ അവൻ മരിച്ചത് വഹുവ വാസുൽ റഈയതി, തന്റെ പ്രജകളോട് ചതിച്ചുകൊണ്ടാണ്, വഞ്ചിച്ചുകൊണ്ടാണ്, കട്ടുപിടിച്ചിട്ടാണ്, ആ രീതിയിലാണ് അവൻ അധികാരം ഉപയോഗിച്ചതെങ്കിൽ ഇല്ല ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവൻ അല്ലാഹു ഹറാമാക്കിയിട്ടല്ലാതെ ഇല്ല എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വം പഠിപ്പിച്ചപ്പോ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും ഭരണാധികാരികളാണ്, നിങ്ങളുടെ ഭരണമേഖലയെ കുറിച്ച് നിങ്ങളോട് അല്ലാഹു ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് ഫൽ അമീറുല്ലദി അലന്നാസി റാഇൻ, സമൂഹത്തിന്റെ നേതൃത്വം കൈയാളുന്ന ആളുകൾ ആ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമുള്ളവരാണ്. വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, അവർ അവരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച്, അവരുടെ പ്രജകളെ കുറിച്ച് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടവരാണ് മറുപടി. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും അമീറുൽ മുഅ്മിനീകളൊക്കെ ഈ അധികാര സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുമെന്ന് വരുമ്പോ അവരൊക്കെ പൊട്ടിക്കരയുകയും അതിൽ നിന്ന് മാറി നിൽക്കാൻ വല്ല അവസരവുമുണ്ടോ എന്ന്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അധികാരം ആഗ്രഹിച്ചു വരുന്നവരല്ല അവിടെ ഉണ്ടാകുക. അതൊക്കെ ആയി മാറിയത് നമ്മൾ ഈ സമൂഹത്തിന്റെ ഈ നാട്ടാചാരങ്ങളുടെ ഈ രാഷ്ട്രീയ മലീമസമായ ഒരു അന്തരീക്ഷത്തിൽ അതന്നെയാണ് രാഷ്ട്രീയമെന്ന് പറഞ്ഞു പഠിച്ചത് കൊണ്ടാണ്. ഇസ്ലാമിന്റെ രാഷ്ട്രീയം അങ്ങനെയല്ല. അതിൽ നിന്ന് എല്ലാവരും ഓടി ഒളിക്കാനേ ശ്രമിക്കൂ. കാരണം അതൊരു മസ്ഊലിയത്താണ്, ഒരു ഉത്തരവാദിത്വമാണ്, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആളുകൾ ഈ നാടിന് വേണ്ടി ഉപയോഗപ്പെടുന്നത്, എനിക്ക് ഉപയോഗപ്പെടുന്നതല്ല, ഇവനെ തെരഞ്ഞെടുത്താൽ എനിക്കിൻ്റെത് കിട്ടും എന്നല്ല എന്റെ ചോദ്യം. എന്റെ വിഷയം അതല്ല. സമൂഹത്തോട് ചെയ്യുന്ന കരാറ് പൂർത്തീകരിക്കാൻ കഴിയുന്ന ആളുകൾ, ആ കരാറ് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയം അങ്ങേയറ്റം മലീമസമാണ്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കള്ളവും ചതിയും വഞ്ചനയും ഒക്കെ ഞാനും ചെയ്യണം, എന്നാലേ എനിക്ക് എന്റെ പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ, എന്നാലേ എനിക്ക് ഇവിടെ ജയിക്കാൻ പറ്റൂ. അവനെ പറ്റി ഇല്ലാത്തതുണ്ടാക്കണം, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എന്തൊക്കെ അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റൂ അതൊക്കെ നടത്തണം. അത് പെണ്ണുങ്ങളെ പറ്റിയാണെങ്കിലും ശരി, പുരുഷന്മാരെ പറ്റിയാണെങ്കിലും ശരി. അവിടെ സത്യത്തിന് വിലയില്ല, നീതിക്ക് വിലയില്ല, സദാചാരത്തിന് വിലയില്ല. ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നമ്മളെ അള്ളാഹുവും ഖുർആനും പഠിപ്പിച്ചിട്ടില്ല. രാഷ്ട്രീയം പഠിപ്പിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനവും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നേരത്തെ പറഞ്ഞ ക്രിസ്തിൽ നിന്നുകൊണ്ടാണ്, നീതിയിൽ നിന്നുകൊണ്ടാണ്. എന്റെ വായിൽ നിന്ന് വരുന്നത് അത് 4 വോട്ട് കിട്ടാനാണെങ്കിൽ പോലും മറ്റുള്ളവന്റെ അപവാദ പ്രചരണമാകാൻ പാടില്ല, ഏതെങ്കിലും ഇല്ലാത്തത് ആകാൻ പാടില്ല. നേരും നെറിയും വേണം. മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അവരെ പോലെ ആവാനല്ല. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലത്തി അഹ്സൻ, അടിവരയിട്ട് വെക്കേണ്ട ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു വാചകമാണത്. നന്മയും തിന്മയും ഒരിക്കലും സമമാകുകയില്ല, ഒരിക്കലും സമമാകുകയില്ല. ഇദ്ഫഅ ബില്ലത്തി അഹ്സൻ, ഈ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് മൂല്യത്തിന്റെ നേർപ്പലക കൊണ്ട് ഒരു തട കൊടുക്കാൻ കഴിയണം. ഇദ്ഫഅ ബില്ലത്തി അഹ്സൻ, നന്മ കൊണ്ട് തിന്മയെ നിങ്ങൾ പ്രതിരോധിക്കുക. അങ്ങനെ ഒരു രാഷ്ട്രീയം നിങ്ങൾ മുന്നിൽ വെച്ചാൽ നിങ്ങളുടെ ശത്രുക്കൾ പോലും തലകുനിക്ക് സമ്മതിക്കും, നിങ്ങളുടെ ചേരിയിലേക്ക് വരും എന്ന് ഖുർആൻ അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം സമൂഹം രാഷ്ട്രീയ ബോധമുള്ളവർ തന്നെയാവണം, അല്ലാത്തവരാകാൻ പാടില്ല. ചരിത്രപരമായി രാഷ്ട്രീയമായി പിറകോട്ട് പോയവരാണ് മുസ്ലിം സമൂഹം. വിഭജനത്തിന്റെ മുറിവുകൾ കാരണം, ആ മുറിവുകൾ ഉണ്ടാക്കിയ അപകർഷതാബോധം കാരണം 1947 ശേഷം സംഘടിതമായ ഒരു ഇസ്ലാമിക സംവിധാനം രാഷ്ട്രീയ രംഗത്ത് നമുക്കുണ്ടായിട്ടില്ല. ദക്ഷിണേന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പച്ചപിടിച്ചെങ്കിൽ പോലും ഉത്തരേന്ത്യയിൽ ഇന്നും ആരാന്റെ വെള്ളം കോരികളും വിറക് വെട്ടികളും തന്നെയാണ് മുസ്ലിം സമൂഹം. അവർക്ക് ചാപ്പകുത്തി കൊടുക്കുന്നവരാണ് ഈ വലിയ വലിയ രാഷ്ട്രീയ
രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ബാങ്ക് ആകുന്നവർ ആ വോട്ട് ബാങ്ക് ആകാൻ വേണ്ടി അവരവരുടെ നമ്മുടെ പണ്ഡിതന്മാരെ വിലക്കെടുക്കും, ഫത്വകൾ വിലക്കെടുക്കും. എന്നിട്ട് ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഒരുപാട് മോഹനമായ വാഗ്ദാനങ്ങൾ നൽകും. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ വോട്ട് കൊടുക്കും. അവസാനം ജയിച്ചു പോകുന്നവർ നമ്മുടെ തന്നെ പുറത്തു കൊട്ടുന്ന അവസ്ഥയാണ് പതിറ്റാണ്ടുകളായി സമൂഹം അനുഭവിച്ചു പോകുന്നത്. ഇങ്ങനെ പതിതരായി വെള്ളംകോരികളും വിറകുവെട്ടികളുമായി ആരാന്റെ അടുക്കളയുടെ തിണ്ണ നിറങ്ങുന്ന ഒരു സമുദായമായിട്ടല്ല ഉമ്മത്തും മുസ്ലിമ ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ എന്ന് പറഞ്ഞ് ഖുർആൻ പരിചയപ്പെടുത്തിയ ഖൈറു ഉമ്മത്തിന്റെ ആളുകളാകേണ്ടത്. മറിച്ച് സംഘടിതമായ ഒരു രാഷ്ട്രീയ സംവിധാനം നമുക്ക് വേണം. ആ രാഷ്ട്രീയ സംവിധാനം ഈ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ അസ്തിത്വവും വ്യക്തിത്വവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വം അവർ സംഘടിക്കുക എന്നത് തന്നെയാണ്. അവരാദ്യം ഇസ്ലാമിനെ പഠിക്കുകയും ഒരൊറ്റ കൊടിക്കൂറക്ക് കീഴിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഈ സമൂഹത്തിലെ പതിതരായ പീഡിതരായ മനുഷ്യർക്ക് വേണ്ടി അവർ ഐക്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പണ്ഡിതന്മാര് ആ തലത്തിലേക്ക് വളർന്നു വരേണ്ടതുണ്ട്. ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടോ അതില്ലേ എന്ന ചർച്ച ഇനിയും നൂറ്റാണ്ടുകൾ നീട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് എവിടെന്നാണ് ആ ചർച്ച തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അല്ലാത്തവർ ഇസ്ലാം ഇല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം നിലവിൽ വരണം. അതിനുവേണ്ടി പണിയെടുക്കേണ്ടവർ തന്നെയാണ് നമ്മൾ. നമ്മുടെ പണ്ഡിതന്മാർക്ക് എവിടെയോ വെച്ച് പഴച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നരകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ അവർ നായകന്മാരാക്കി മാറ്റി. അന്ത്യദിനത്തിൽ അവരൊരിക്കലും സഹായിക്കപ്പെടുകയില്ല എന്ന് ഫറോവയുടെ പൗരോഹിത്യ സംവിധാനത്തെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മാറേണ്ടതുണ്ട്. ഒരു മുസ്ലിമിന്റെ ദൗത്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും ഒക്കെ വോട്ട് ബാങ്കുകളായി മാറുകയില്ല. നമ്മളിങ്ങനെ ഹോൾസെയിലായിട്ട് ചാപ്പ കുത്തി കൊടുക്കേണ്ടതില്ല. മറിച്ച് ഒരു സമുദായം എന്ന നിലക്ക് ഇസ്സത്തോടു കൂടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്വയം പര്യാപ്തമായ ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് അണിനിരക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സംവിധാനത്തിന് ഒരു ബദൽ സമർപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെയാണ്, ഇന്ത്യൻ രാഷ്ട്രീയം ഇങ്ങനെയാണ്, അത് നന്നാക്കാൻ ഇനി ആർക്കും കഴിയില്ല എന്ന് ആര് പറഞ്ഞാലും നമ്മൾ പറയാൻ പാടില്ല. അത് നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടവരാണ് നമ്മൾ. ആ എല്ലാ മേഖലയിലും ആ തസ്കിയത്ത് സാധ്യമാണെങ്കിൽ, ആ മാറ്റം സാധ്യമാണെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥയിലും ആ മാറ്റം സാധ്യമാണ്. പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ നമ്മൾ എത്തിക്കണം. അതുപോലെ തന്നെ ഇത് നമ്മിൽ അർപ്പിതമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബലദിൽ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തുകളൊന്ന് പരിശോധിക്കുക. അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് രണ്ട് കണ്ണുകൾ ഞാൻ തന്നില്ലേ, വലിസാനൻ വശഫതൈൻ, ഒരു ചുണ്ടും ഒരു നാവും രണ്ട് ചുണ്ടുകളും തന്നില്ലേ, വഹദൈനാഹു നജ്ദൈൻ, രണ്ട് മാർഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തുറന്നു തന്നില്ലേ. അടുത്ത ആയത്ത് എന്താണെന്നറിയോ? ഫലഖതഹമൽ അഖബ, ദുർഘടമായ മലമ്പാതകൾ, ദുർഘടമായ പാതകൾ നിങ്ങൾ എന്തുകൊണ്ട് ചവിട്ടി കയറുന്നില്ല? വമാ അദറാക മൽ അഖബ, എന്താണ് അഖബ എന്ന് താങ്കൾക്കറിയുമോ? ഫഖ്ഖു റഖബ, അടിമയെ മോചിപ്പിക്കലാണ്. ഔ ഇത്ആമൻ ഫീ യൗമിൻ ദി മസ്അബ, പട്ടിണിയുള്ള ദിവസം പാവങ്ങൾക്ക് അന്നം നൽകലാണ്. ഔ ഇത്ആമൻ ഫീ യൗമിൻ ദി മസ്അബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ, ബന്ധുവായ അനാഥക്ക്, മണ്ണ് പുരണ്ട അഗതിക്ക് അന്നം നൽകലാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിന് വേണ്ടി പണിയെടുത്ത് അവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് രണ്ട് കണ്ണ് തന്നത്, ഒരു നാവ് തന്നത്, രണ്ട് ചുണ്ട് തന്നത്. അത് ഭൂമിയിൽ പ്രയോഗിക്കാൻ വേണ്ടിയാണ്, നേരിന് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയാണ്, നേര് കാണാൻ വേണ്ടിയാണ്, അതിനുവേണ്ടി ശബ്ദിക്കാൻ വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നമുക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾ അങ്ങോട്ട് പോവില്ല, അത് ഞങ്ങളെ പണിയല്ല എന്ന് 1000 തവണ ആവർത്തിച്ച് അതിനുവേണ്ടി ഫത്വ ഉണ്ടാക്കാനല്ല, മറിച്ച് ഇതും കൂടി ഞങ്ങളെ പണിയാണ്, ആ മാർഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങള് എന്നീ സമൂഹത്തിന്റെ മുമ്പിൽ പറയാനും ആ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബോധ്യപൂർവം ബോധത്തോടുകൂടി സമ്മതിദാന അവകാശം ഉപയോഗപ്പെടുത്തുക. ആ അർത്ഥത്തിൽ നമ്മൾ ഒരു അനീതിക്ക് ആകാതിരിക്കുക, നീതിക്ക് വേണ്ടി ഒരു വിരലടയാളം നമ്മുടെ മാർഗത്തിൽ പതിപ്പിക്കുക. പ്രത്യേകിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമകാലിക വർത്തമാന കാലത്ത് അത് നമ്മിൽ നിന്ന് ദീൻ ആവശ്യപ്പെടുന്നതാണ്, അള്ളാഹു ആവശ്യപ്പെടുന്നതാണ്. അതിനുള്ള തൗഫീക്ക് പടച്ച തമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.